പവർ അഡാനി പോർട്ട് അഡാനി പോർട്ട് ഓക്കെയാണ്. അഡാനി പോർട്ട് ബെസ്റ്റ് ആണ്. ഓക്കെ, ടാറ്റ പവർ നോക്കിയിട്ട് നമുക്ക് അഡാനി പോർട്ട് നല്ല സ്ട്രോങ് ഹാൻഡിലാണ്, അപ്പോൾ അത് എടുക്കാം. ടാറ്റ പവർ നിഫ്റ്റി നെക്സ്റ്റ് 50-ലായിരിക്കണം അല്ലേ? ഉണ്ടോ അത്? ടാറ്റ പവർ ടാറ്റ പവർ ഇതിലില്ലാന്നോ? ഓക്കെ, ടാറ്റ പവർ ഓക്കെയാണ്. ടാറ്റ പവർ കുറച്ചുകൂടി വലിയ ക്യാൻഡിലാണ്, കുഴപ്പമില്ല. നമുക്ക് അഡാനി പോർട്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മർബസ് ക്യാൻഡിൽ, അത് ട്രെൻഡിന് അനുകൂലമാണ് അല്ലേ? ബെയറിഷ് ട്രെൻഡിന് അനുകൂലമാണ്. അപ്പൊ ഇത് എടുത്താലോ? 9:30 അടുത്ത ക്യാൻഡിൽ അനങ്ങി തുടങ്ങി. അപ്പൊ നമുക്ക് ടാറ്റ പവർ നിഫ്റ്റി 50-ൽ ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഈ ലിസ്റ്റിൽ ചിലത് ആഡ് ചെയ്ത് കണ്ടിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ടാറ്റ മോട്ടോഴ്സും ടാറ്റ സ്റ്റീലും ടാറ്റ കൺസ്യൂമേഴ്സും ടാറ്റ സ്റ്റീലൊക്കെ ഉണ്ട്. എനിവേ, ഇതൊരു നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് അല്ലേ? മുകളിലും താഴെയും ഒട്ടുമിക്കില്ല. അതായത് ക്ലീൻ ബോഡി, എന്നാൽ സൈസ് മോർ ദാൻ ആവറേജ് ഉണ്ട്, എല്ലാം കൊണ്ട് ഓക്കെയാണ് അല്ലേ? അത് നമുക്കിത് നോക്കാം. ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, പറഞ്ഞു. തൊട്ടടുത്ത് ഗ്രീൻ വരുന്നുണ്ടല്ലോ, അപ്പൊ ബ്ലഡായി, അത് കുഴപ്പമില്ല അല്ലേ? ഇല്ല, കുഴപ്പമില്ല. അടുത്ത ക്യാൻഡിൽ 3 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഇപ്പൊ ഇത് വരച്ചിടുന്നേ ഉള്ളൂ. ഇപ്പൊ 9:33 ക്ലോസ് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ എടുക്കുള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡിന് അനുകൂലമല്ലേ? അതായത് ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ കുറച്ചും കൂടി സാധ്യത കൂടുതൽ തോന്നി കണ്ടത്. ട്രെൻഡിന് ഒഴുക്കിന് അനുകൂലമാണ്. ഇനി നമ്മൾ 3 മിനിറ്റ്സിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എടുക്കും. അപ്പോ ആക്സിസ് ബാങ്ക് കുറിച്ചൊക്കെയോ? എന്താണ് ആക്സിസ് ബാങ്ക് നോക്കി പറഞ്ഞുതരാമോ? ആക്സിസ് ബാങ്കോ? ആക്സിസ് ബാങ്ക് ലിവറേജ് കിട്ടുന്നില്ല. അത് വലിയൊരു വോളറ്റൈലിറ്റി മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ എക്സ്ചേഞ്ച് ലിവറേജ് തന്നോളുന്നില്ല. ഓക്കെ, അപ്പോൾ വളരെ അപൂർവമായിട്ട് ചില സ്റ്റോക്സുകൾക്ക് ലിവറേജ് കിട്ടാറില്ല. ആക്സിസ് ബാങ്കിന് ഇപ്പൊ ലിവറേജ് കിട്ടുന്നില്ല, അതുകൊണ്ട് മാത്രം അത് പ്രിഫർ ചെയ്തില്ല നമ്മൾ. അപ്പൊ 9:32 ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. ക്ലോസ് ചെയ്തോ? എനിക്ക് പറഞ്ഞത് ക്ലിയർ ആയിട്ടൊന്നും 33 ക്ലോസ് ആവുള്ളൂ. ആ, അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, ഇപ്പൊ 9:32. അപ്പോൾ മിക്കതും ഇപ്പോ നല്ല ബാരിഷായി നിൽക്കുന്നതുകൊണ്ട് ഇത് താഴെ ക്ലോസ് ആവും. അപ്പോൾ ഓൾറെഡി റെഡി ആക്കിക്കോ. നമ്മുടെ 1 മിനിറ്റ് മുമ്പേ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ഒക്കെ എടുത്ത് ഓർഡർ ഒക്കെ ഇട്ട് വെക്കുക, ക്വാണ്ടിറ്റി. അതുപോലെ സെല്ല്. അപ്പൊ ആദ്യം സെല്ല് ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാം. അത് ഈ ഇങ്ങനെ പോണ പോക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ താഴേക്ക് കൂടുതൽ പോവേ. അപ്പൊ നമ്മളത് ടാർജറ്റിനെ വളരെ അകലേക്ക് ആക്കും. അപ്പൊ എയർലി ക്ലോസ് ആയ ഉടനെ തന്നെ എടുക്കാൻ നോക്കാം. അടുത്ത ക്യാൻഡിൽ പ്ലോട്ടായി, അപ്പൊ എടുത്തു. അപ്പൊ 1 മിനിറ്റ് മുമ്പേ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്തൊക്കെ വെക്കാം. അഡാനി പോർട്സ് അല്ലെ, നമ്മുടെ വാച്ച് ലിസ്റ്റില് ഫസ്റ്റ് സ്റ്റോക്കിൽ ആഡ് ചെയ്ത് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാർക്കറ്റ് ഓർഡർ ഒക്കെ റെഡിയാക്കി വെക്കാം. ഇൻട്രാഡേക്ക് ക്ലിക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്യാൻഡിൽ പ്ലോട്ട് ആവുമ്പോൾ സ്വൈപ്പ് ചെയ്താൽ മതി അല്ലെ. 335 രൂപയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഞാൻ സ്റ്റോപ്പ് 1683 സ്റ്റോപ്പ് ലോസ് വരും അല്ലേ? 1683 സ്റ്റോപ്പ് ലോസ്. ഓക്കെ, 021,507. എല്ലാവരും എടുത്തു കഴിഞ്ഞെങ്കിൽ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർജറ്റിലേക്ക് മൂവ് ചെയ്യാം.
ടാർജറ്റ് എത്ര വന്നു സാറേ? ടാർജറ്റ് നിങ്ങൾ എല്ലാവരും എടുത്തതിന് ശേഷം ഫിനിഷ്ഡ് അടിക്കുക, എന്നിട്ട് നമുക്ക് ടാർജറ്റ് വെക്കാം. സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ അതേ ദൂരം തന്നെ ടാർജറ്റ് അളന്ന് വെക്കി. എത്രയും നോക്ക്. ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾ അപ്പോഴേക്കും എല്ലാവരും ട്രേഡ് എടുക്കേ. അന്നാ ഞാൻ എന്ന് പറയും. അത് ശരി. അല്ല, ഇവരാൻ കിട്ടിയില്ലല്ലോ. വേണ്ട ഐഫോൺ ഓണർ മൊബൈലല്ല, നമ്മുടെ ക്യാമറ വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഓ, പഠിക്കണം. ക്യാമറ ഞാൻ പഠിച്ച് റെഡിയാക്കാം. കുറച്ച് സെറ്റ് ചെയ്തിട്ട് പോട്ടെ. ലൈവ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്തേക്കാം. ഓക്കെ, എല്ലാവരും എടുത്തിരുന്നോ? ട്രേഡ് എടുത്തിരുന്നോ? സ്പീഡ് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ആണ് അടിച്ചു പോകുന്നത്, ടാർഗറ്റ് ഇതുവരെ അടിക്കുന്നില്ല. ടാർജറ്റ് ഇതുവരെ ടാർഗറ്റ് അടിച്ചിട്ടില്ല, എപ്പോഴും സ്റ്റോപ്പ് ലോസ് തന്നെയാണ് അടിക്കുന്നത്. അത് നോക്കണ്ട. അത് നമ്മളൊരു 100 ട്രേഡ് 50 ട്രേഡ് 100 ട്രേഡ് കഴിഞ്ഞിട്ടാണ് അതിനെ കുറിച്ച് ആലോചിക്കാവൂ. അതല്ലെങ്കിൽ നമ്മളൊരു നല്ല ട്രേഡറേ അല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിയിരുന്നു? ആരെങ്കിലും ഒരു ഹോംവർക്ക് തന്നിരുന്നു. നമ്മൾ എത്ര ട്രേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്താലാണ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്താലാണ് നമുക്ക് അതിന്റെ റിയൽ വിന്നിങ് റേറ്റ്, അപ്രോക്സിമേറ്റ് വിന്നിങ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് ചാറ്റ് ജിപിടിയിൽ ചോദിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് ചെയ്തിരുന്നോ? മുന്നേ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 200 above ആണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയില്ല. മുന്നേ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ പറഞ്ഞു 200 above ഒക്കെയാണ് നല്ല സ്ട്രാറ്റജി ചെയ്യാൻ പറയും. അതെ 200 പ്രാവശ്യമൊക്കെയാണ് കാണിക്കുന്നത് അല്ലെ, അപ്രോക്സിമേറ്റ്. ഓക്കെ, നമ്മളപ്പോ അത് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഇനി വിഷമം ഉണ്ടാച്ചിട്ടാണ് 100 പറയണത്. പിന്നെ അത് 50 ആക്കി തോന്നുന്നു അല്ലെ? ഈ ഇടയ്ക്ക് 100 നമ്മൾ പറയാറ്. അപ്പൊ മിനിമം ഒരു 50 ട്രേഡെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മള് വിന്നിങ് റേറ്റ് പ്രതീക്ഷിക്കാവൂ. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും പ്രോഫിറ്റബിലിറ്റിയിലല്ല അല്ലെങ്കിൽ വിന്നിങ് റേറ്റിലല്ല. ഈ ഒരു കാര്യം 50 ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 മാസമെങ്കിലും കോൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്താണ്. അപ്പൊ അതിനുശേഷം നമുക്ക് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള വിന്നിങ് റേറ്റ് ഉള്ള സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് തരും. അപ്പൊ അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ എല്ലാ ബിഗിനേഴ്സിനും അത് മനസ്സിലാക്കാൻ കുറച്ച് ടഫായിരിക്കും, അത് ഫോളോ ചെയ്യാനൊക്കെ കുറച്ച് ടഫായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സിനെയാണ്. അപ്പോൾ ഓർഡർ എക്സിക്യൂഷനും സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കുന്നതും ആ ഒരു സ്ട്രാറ്റജി എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രേഡിംഗ് ജേണൽ തന്നിരുന്നില്ലേ? അപ്പൊ അതെടുത്തിട്ട് നിങ്ങൾ ആ ട്രേഡിംഗ് ജേണലിൽ ഓരോ ട്രേഡ് എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ്, അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ടൈം, സ്റ്റോക്കിന്റെ പേര്, സിമ്പിൾ ഇത് എഴുതി പോവാം. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ആദ്യത്തെ 2 മാസം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി വെച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് അഡ്വാൻസ് സ്ട്രാറ്റജികൾ നമ്മൾ തരും. അപ്പോ കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കൂടുതൽ റൂൾസുകളുള്ള, അപ്പൊ ഇത് വളരെ സിമ്പിൾ റൂൾസ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആയിട്ട് പോലും ഒരു 4-5 ദിവസം എടുത്തു അല്ലെ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. ഈ ഒരു കൊച്ചുകുട്ടിക്ക് ചെയ്യാവുന്ന അത്ര സിമ്പിൾ ആണ്. അല്ലെങ്കിൽ 2-3 സ്റ്റെപ്പ് ഉള്ളൂ ഈ ഒരു സ്ട്രാറ്റജിയിൽ, 1, 2, 3. എന്നിട്ട് പോലും നമുക്ക് ഒരുപാട് ടൈം എടുത്തു എല്ലാവർക്കും അത് എന്താണ് സംഭവം എന്നൊന്ന് മനസ്സിലാവാൻ. ഞാൻ പറയുന്നത് എല്ലാവരും അല്ല ഉദ്ദേശിക്കുന്ന പലർക്കും. അപ്പൊ ചിലർക്ക് ഒറ്റയടിക്ക് തന്നെ ഈ സ്ട്രാറ്റജി കേട്ടപ്പോൾ എന്നെ മനസ്സിലായിണ്ടാവും, ഒരു സ്വയം ചെയ്തിട്ടുണ്ടാവും, ഒരു ഡൗട്ട് ഉണ്ടാവില്ല. പക്ഷെ മറ്റു പലർക്ക് ഇപ്പോഴും ഡൗട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ടാണ്
നമ്മളിപ്പോ പ്രോഫിറ്റബിലിറ്റിയിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ആ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഡിസിപ്ലിനോട് കൂടി ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലാണ്. അപ്പൊ ആ ഡിസിപ്ലിൻ വൺസ് കിട്ടാനാണ് പല ട്രേഡേഴ്സും മാസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളും എടുക്കുന്നത്. സ്ട്രാറ്റജി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. സ്ട്രാറ്റജി നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു നല്ലൊരു സ്ട്രാറ്റജി കിട്ടിയാലും ആ ഡിസിപ്ലിൻ ഇല്ലാതെ ഒരിക്കലും അത് പ്രോഫിറ്റബിൾ ആവില്ല. അത് ഏകദേശം ഒരു 1-2 വർഷം ട്രേഡ് ചെയ്തിട്ടുള്ളവർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ 2 അല്ലെങ്കിൽ വർഷങ്ങൾ ട്രേഡ് ചെയ്തിട്ടും പ്രോഫിറ്റബിൾ അല്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് അവർക്ക് കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് പെട്ടെന്ന് കണക്ട് ആവും. ചിലപ്പോൾ നല്ല സ്ട്രാറ്റജി ഉണ്ടാവും, പക്ഷെ അത് പഠിപ്പിച്ചു കൊടുത്താലും അത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് സ്വയം അറിയാം, ഓ എനിക്ക് ട്രേഡിങ് വഴങ്ങില്ല, അല്ലെങ്കിൽ എനിക്ക് ട്രേഡിങ് പറ്റില്ല. കാരണം എന്താ, ഞാൻ എടുക്കൂല. ഇത് പലരും പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു ഇഷ്യൂ ആണ് നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് സ്ട്രാറ്റജി കിട്ടിയാലും നമുക്ക് നല്ല കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാം. അപ്പൊ ഇപ്പോ തന്നെ ഇനിയിപ്പോ ഈ ഒരു സ്ട്രാറ്റജിയിലും നമുക്ക് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തും. അപ്പൊ അതിനുശേഷം പതുക്കെ ഇപ്പൊ മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ നോക്കി ട്രെൻഡിനനുസരിച്ചൊക്കെ ചെയ്യാൻ നോക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഇത്ര റൂൾസുകൾ നിന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ നിഫ്റ്റി ബാരിഷ് ആണെങ്കിൽ ആ ബാരിഷ് സൈഡിലേക്കുള്ള ട്രേഡിന് മുൻഗണന കൊടുക്കാം. അപ്പൊ അതൊന്നും ബേസിക് റൂൾസിൽ പെടുന്നതല്ല. ഇപ്പൊ കണ്ടോ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് കുറച്ച് സ്റ്റോക്സുകൾ നോക്കിയപ്പോഴേക്കും നമ്മൾ ഇതിലും നല്ല കാൻഡിൽ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന പെർഫെക്റ്റ് മർബസു അല്ലെങ്കിൽ മുകളിൽ താഴെ ഒട്ടും മിക്കില്ലാത്ത സ്ട്രോങ് ബോഡിയുള്ള കാൻഡിൽ കിട്ടി. അതുപോലെ ആവറേജിനേക്കാളും വലിയൊരു കാൻഡിൽ, എന്നാൽ ടു ബിഗും അല്ല, എന്നാൽ ട്രെൻഡിന് അനുകൂലമാണ്, ഓൾമോസ്റ്റ് ട്രെൻഡിന് അനുകൂലമാണ് അല്ലെ. ഡൗൺ ട്രെൻഡിൽ നമ്മളെപ്പോഴും ഷോർട്ട് ചെയ്യണതല്ലേ ബെറ്റർ ആവും, അതായത് ഒഴുക്കിന് അനുകൂലമായി നീന്തുന്ന പോലെ. അപ് ട്രെൻഡിലാണെങ്കിൽ നമ്മൾ മാക്സിമം ബൈ ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഹയർ ലോസ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ താഴേന്ന് വീണ്ടും തിരിക്കുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞൊരു ക്യാൻഡിലെങ്കിൽ നമ്മൾ അത് ബൈ ചെയ്യാൻ നോക്കുക. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അത് അത്ര ദൂരം കൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, പുതിയൊരു ഹൈ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു സ്ട്രാറ്റജി തന്നെ ഒരു 50 ഡേയ്സ് എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത് അല്ലെ. ഏകദേശം ഒരു 50 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജികളിലേക്ക് കടക്കാം. പല പല ഇൻഡിക്കേറ്റേഴ്സും പ്രൈസ് ആക്ഷന്റെ പല പല കോൺസെപ്റ്റ്സുകളും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജികളിലേക്ക് കടക്കാം. പറഞ്ഞു പോയോ? സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആക്ച്വലി ആ ജേർണലിൽ എഴുതുമ്പോഴേ ഇപ്പൊ നമ്മള് ഞാൻ എടുത്തിട്ടുള്ളത് 1673-ലാണ്. 1673-ലാണ്. അപ്പം എന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 1683 ആണ്. ഓക്കെ, അപ്പൊ 10 രൂപ സ്റ്റോപ്പ് ലോസ് അല്ലേ? അത് 10 രൂപ സ്റ്റോപ്പ് ലോസ്. പക്ഷെ എന്റെ ടാർഗറ്റ് വരുന്നത് 1669 ആണ്. 1:1 റേഷ്യോ വരുമ്പോ നോക്കുമ്പോഴേ അപ്പോ അങ്ങനെ ആ ഒരു ചെറിയ ഇഷ്യൂ വരാതിരിക്കാൻ ചെയ്യേണ്ടത് രണ്ടും വ്യത്യാസമല്ലേ? എന്തോ അപ്പൊ ആക്ച്വലി സ്റ്റോപ്പ് ലോസിന്റെ പോയിന്റ്സും ടാർഗറ്റിന്റെ പോയിന്റ്സും വ്യത്യാസമല്ലേ അത് കാണിക്കുന്നത്? ഞാനപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എവിടെയാണോ ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്തത് അവിടെയാണ് ഈ ഷോർട്ട് പൊസിഷൻ ടൂൾ നമ്മൾ വരച്ചത്, അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ ടൂളിന്റെ സെന്റർ നമ്മൾ വരച്ചത്. പക്ഷെ നമുക്ക് ആ സ്റ്റോക്ക് വിറ്റ് പോയ എമൗണ്ട് കുറച്ച് കയറിയിട്ടോ ഇറങ്ങിയിട്ടോ ആവാം അല്ലെ. അപ്പൊ നമ്മളത് കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ അത് എടുത്ത് പറയാതിരുന്നതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നമുക്ക് എത്ര രൂപയ്ക്കാണ് ആ സ്റ്റോക്ക് വിൽക്കാൻ പറ്റിയത് എന്ന് നോക്കിയിട്ട് അതില് ഈ ഷോർട്ട് പൊസിഷൻ ടൂളിൽ പോയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പല ആൾക്കാർക്കും ഇതൊക്കെ കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് ഓർഡറിന് വിറ്റിട്ട് ഏകദേശം 1:1 വെക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാല് ഇതാണ്. ഇത് ഇപ്പൊ എത്ര രൂപയ്ക്കാണ് വിറ്റ് പോയത്? 1673 രൂപ 50 പൈസ അല്ലെ. 1673 രൂപ 50 പൈസക്കാണ് വിറ്റുപോയത്. അപ്പോ
ആ പ്രൈസ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പൊ അതിൽ നമ്മൾ നോക്കിയിട്ട് അതിൽ കാണുന്ന പ്രൈസ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പൊ ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നിന്ന് വിൽക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും വിറ്റ് പോവുക, അല്ലെ? അപ്പോ നമ്മുടെ 1:1 എന്നുള്ളത് ഇങ്ങോട്ട് മാറി. സിനാറിയോ നമ്പർ 1 നമുക്ക് ഒരു ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യാം. സിനാറിയോ നമ്പർ 1 ചിലപ്പോൾ ഒരു പക്ഷെ കുറച്ച് മേലേന്നായിരിക്കും വിറ്റ് പോയിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ 1:1 എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറി. സിനാറിയോ നമ്പർ 2 ഒരു വയലറ്റ് കളറിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് പ്രൈസ് എൻ്റർ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ആ ഒരു സ്റ്റോക്ക് എത്ര രൂപയ്ക്കാണ് വിറ്റ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മളത് മാർക്കറ്റ് ഓർഡറിനാണ് വിൽക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ മാർക്കറ്റ് ഓർഡറിന് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത്. അത് എപ്പോഴും നമ്മൾ ആ ക്യാൻഡിൽ ക്ലോസ് കണ്ടു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ളൊരു റേറ്റ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കോംപ്ലക്സിറ്റിയിലേക്ക് ഒന്നും പോകണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, ആ ക്യാൻഡലിന്റെ ക്ലോസിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം അളക്കുന്നു, അത്ര തന്നെ ടാർജറ്റും വെക്കുന്നു. 10 രൂപയാണെങ്കിൽ 10 രൂപ ടാർജറ്റ് വെക്കുന്നു. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ 8 രൂപ 80 പൈസയാണെങ്കിൽ 8 രൂപ 80 പൈസ തന്നെ ടാർജറ്റ് വെക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യം നിങ്ങൾക്ക് വിറ്റ് പോയ പൈസ പൊസിഷൻസിൽ പോയിട്ട് നോക്കിയിട്ട് ആ വാല്യൂ വേണമെങ്കിൽ ഇവിടെ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, എൻട്രി പ്രൈസ് ഫോർ എക്സാമ്പിൾ 1700, 1600 എത്രയാണ് നിങ്ങൾ വിറ്റ് പോയ എമൗണ്ട് പറഞ്ഞത്? 73. 73 ആണെങ്കിൽ 73 ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ ആക്ച്വലി വിറ്റ് പോയ വില നമുക്ക് കിട്ടും. അവിടെ നിന്ന് 1:1 അളക്കാം, അതിനുശേഷം 1:1 അളക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടിലും സ്ലൈറ്റ് മോഡിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം? ഓർഡർ എന്താണ്? സ്റ്റോപ്പ് ലോസ് ആണോ ടാർജറ്റ് ആണോ? അല്ല, ടാർജറ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ബൈ അല്ല സെൽ അയക്കണത്. ഓക്കെ, അപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ എക്സിറ്റ് കൊടുത്തു. SLM ഒരു 1685 കൊടുത്തു എന്ന് വിചാരിക്കാം. 1685 കൊടുത്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്കത് മാറ്റി 83 ആക്കണം. അപ്പൊ അതിന് നമ്മൾ ഓർഡേഴ്സിൽ പോവാം. അതിൽ ഓപ്പൺ ഓർഡേഴ്സിൽ ഓൾറെഡി നമ്മൾ കൊടുത്തേക്കുന്ന സ്റ്റോപ്പ് ലോസ് കിടക്കുന്നുണ്ടാവും. സ്റ്റോപ്പ് ലോസ് ടാർജറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കിടക്കുന്നുണ്ടാവും. അതിൽ ട്രിഗർ പെൻഡിങ് എന്നുള്ളത് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ട്രിഗർ പെൻഡിങ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ചിലപ്പോ വേറൊരു ഓർഡറും കൂടിയും ടാർജറ്റും കൂടി കിടക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പൊ അതിൽ ട്രിഗർ പെൻഡിങ് ചൂസ് ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ ഓർഡർ കൊടുക്കുക. ഇവിടെ 85 മാറ്റിയിട്ട് 83 ആക്കിയിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈസ് മാറിയത് കാണാം. ഇപ്പൊ ഓൾറെഡി 1685 മാറിയിട്ട് ഇവിടെ 1683 ആയി, അല്ലെ? അപ്പോ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ഒക്കെ എല്ലാവരും വെച്ചോ? അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നോ? അതിനെ ഒന്നുകൂടി കാണിച്ചു തരണോ? നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയോ? എല്ലാവരും വെച്ചിരുന്നോ? സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ഒക്കെ വെച്ചോ? ഒന്നുകൂടി കാണിക്കോ സാർ, അത് ചെറിയ കൺഫ്യൂഷൻ ആയിട്ട്. ഓക്കെ, അപ്പോ ഒന്നുകൂടി ഒന്ന് കാണിക്കോ? ഫോണില് ചെയ്യുമ്പോഴേ ഒരു ക്ലാരിറ്റി കുറവ് നമ്മൾ എടുത്തു വരുമ്പോഴേക്കും സമയം ഒരുപാടാവുന്നുണ്ട്, പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം വെബ് വെർഷൻ ഒന്ന് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് ഫോണിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒന്ന് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, ഈ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊസിഷൻസിൽ പോയിട്ട് ട്രേഡും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി കാണാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ അഡാനി പോർട്സ് സെല് ചെയ്യാണ്, അല്ലെ? അപ്പോൾ ആ ക്യാൻഡിൽ വന്ന് ക്ലോസ് ആവുന്ന ടൈമിൽ തന്നെ 1 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ എടുത്തു വെച്ചേക്കാം. അഡാനി പോർട്സ് എന്നുള്ളത് വാച്ച് ലിസ്റ്റിലേക്ക് ഒന്ന് ഇടുകയോ അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട്, വാച്ച് ലിസ്റ്റിലേക്ക് ഇടണമെന്നില്ല, അഡാനി പോർട്സ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് ഈ ബൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ആണെങ്കിൽ സെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇൻട്രാഡേ ആക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് റിജക്റ്റ് ആവും. ഇനി നേരെ മറിച്ച് ബൈ പൊസിഷൻ ആണെങ്കിൽ ഡെലിവറി കിടന്നു കഴിഞ്ഞാൽ നമ്മളത്
ആക്ച്വലി ബൈ ചെയ്യാനുള്ള ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ചില ബ്രോക്കേഴ്സിൽ നമുക്കത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അന്ന് തന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. നമുക്കത് നമ്മളുടെ പിറ്റേ ദിവസമാണ് നമുക്കത് സെല്ലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രാഡേ ആക്കാം. ഇനി നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ മാർക്കറ്റ് ഓർഡറിനാണ്. പല സ്ട്രാറ്റജിയിലും പലതരത്തിലായിരിക്കും. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് നിലവിൽ കിട്ടുന്ന പ്രൈസിനാണ് നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം റിക്വയർഡ് മാർജിൻ ആക്ച്വൽ പ്രൈസിന്റെ ഏകദേശം 5-1 അതൊന്ന് നോക്കിയിട്ട് സെല് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണണം. ഓർഡർ പെൻഡിങ് എന്ന് പറഞ്ഞ് കണ്ടാൽ നമുക്ക് ഇതിൽ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ മാർക്കറ്റ് ഓർഡർ ചൂസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. ലിമിറ്റ് ഓർഡറിനായിരിക്കും കിടക്കുന്നുണ്ടാവും. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി പൊസിഷൻസിൽ പോയിട്ട് അത് നോക്കാം അല്ലെ. പൊസിഷൻസിൽ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്ക് താൽക്കാലികമായിട്ടുള്ള പ്രോഫിറ്റോ ലോസോ അതിൽ കാണിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം അല്ലെ. അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓർഡേഴ്സിൽ എല്ലാം എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് ആണ്, പെൻഡിങ് ഓർഡേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാൻ പോവാണ്. സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് ഓർഡേഴ്സിനെ ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് വെബിലാണെങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ അതിന് ശേഷം നമുക്ക് മൊബൈൽ കാണാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ഓർഡേഴ്സിലല്ല പോകേണ്ടത്, പൊസിഷൻസിലാണ് പോകേണ്ടത്. പൊസിഷൻസിൽ പോയിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എക്സിറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി ആ ഫസ്റ്റ് സ്റ്റോക്ക് അത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇൻട്രാഡേ ആണ്, ഒരു ക്വാണ്ടിറ്റി ആണ്. നമുക്ക് അതിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം ക്വാണ്ടിറ്റിയിൽ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ SLM ഓർഡർ ആക്കാം. ഓക്കെ, ലിമിറ്റ് മാർക്കറ്റ് SLL SLM ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന ഓർഡർ ആക്കുക. SLM ഓർഡർ ആക്കിയിട്ട് അതിനുശേഷം പ്രൈസ് അടിച്ചു കൊടുക്കുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്നുള്ളത് ഇവിടെ വന്നിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ 1683 അല്ലെ. അപ്പൊ 1683 ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോ അതിനുശേഷം ബൈ ചെയ്യും. അപ്പൊ ബൈ ചെയ്യുമ്പോൾ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓർഡർ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക, ഓർഡർ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മാർക്കറ്റ് മാറ്റിയിട്ട് SLM ആക്കാൻ മറന്നുപോയി. അപ്പോൾ ശരിയായ രീതിയിൽ ഓർഡർ ഈസ് പെൻഡിങ് എന്നാണ് പറഞ്ഞ് കാണിക്കേണ്ടത്. അതായത് നിങ്ങൾ ചെയ്തത് ശരിയായി. ഡൺ കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ടാർജറ്റ് വെക്കാം. അതിനുശേഷം ഓർഡേഴ്സിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ടാർജറ്റ് വെക്കാനും സെയിം പ്രൊസീജിയർ. പൊസിഷൻസിലുള്ള ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഡാനി പോർട്സിന്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സിൽ എക്സിറ്റ് കൊടുത്തിട്ട് ഇവിടെ ചെറിയൊരു മാറ്റമുള്ളൂ. ടാർജറ്റ് വെക്കണമെങ്കിൽ ലിമിറ്റ് ഓർഡർ ആണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ SLM, ടാർജറ്റ് വെക്കണമെങ്കിൽ ലിമിറ്റ്. അപ്പൊ ആദ്യം തന്നെ ഓർഡർ ചൂസ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ടാർജറ്റ് നമുക്ക് ഇവിടെ പോയി നോക്കി വെക്കാം. 1663. അപ്പൊ ആദ്യം തന്നെ ഓർഡർ ചൂസ് ചെയ്തിട്ടുണ്ടാവണം 1663 ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഈ ഗ്രീൻ പൊസിഷൻ സൈസിന്റെ റെഡും ഗ്രീനും ആണ് സ്റ്റോപ്പ് ലോസും ടാർജറ്റും അല്ലെ. അത് നോക്കി കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് അത് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ആദ്യം ഇത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് ഓർഡർ ആക്കി കഴിഞ്ഞാൽ വീണ്ടും അത് റീസെറ്റ് ആവും. കണ്ടോ, ആ പ്രൈസ് മാറി. ഇപ്പൊ നിലവിലത്തെ പ്രൈസിലേക്ക് അത് മാറി അല്ലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ബൈ ആവും. അതായത് നമ്മൾ ഈ ചെയ്ത ട്രേഡ് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം തന്നെ ലിമിറ്റ് ഓർഡർ ആക്കിയതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ടാർജറ്റ് വാല്യൂ ഇതിൽ അടിച്ചു കൊടുക്കാൻ. അതായത് 1663 ഇതിൽ അടിച്ചു കൊടുക്കാൻ. അപ്പൊ പലപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രേഡ് ക്ലോസ് ആയി പോകും. അപ്പൊ ലിമിറ്റ് ഓർഡർ ആക്കിയിട്ട് പ്രൈസ് അടിക്കുക, ബൈ ചെയ്യും. അപ്പൊ അപ്പോഴും ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഓർഡർ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് ആണ്. അപ്പൊ ആദ്യം തന്നെ എൻ്റർ ചെയ്യുമ്പോൾ ഓർഡർ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതിനുശേഷം സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് കഴിയുമ്പോൾ ഓർഡർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചെയ്തത് ശരിയാണ്. എന്നാലും ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓർഡേഴ്സിലേക്ക് പോവാം. ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ മുന്നെടുത്ത കട്ട് ക്യാൻസൽ ഒക്കെ ചെയ്ത് കളഞ്ഞ ഓർഡേഴ്സ് ആണ്. ഓപ്പൺ ഓർഡേഴ്സിലാണ് സ്റ്റോപ്പ് ലോസും ടാർജറ്റും എടുക്കണ്ടാവുക. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ഉള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ഈസ് പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കണ്ടാവും, ടാർജറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ് കിടക്കണ്ടാവും. പെട്ടെന്ന് വ്യത്യാസം തിരിച്ചറിയാൻ. ഓക്കെ, പിന്നെ ബാക്കി വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് എവിടെയാണെന്നുള്ളതാണ്. അതെ, കാരണം നമ്മൾ രണ്ടും ബൈ ആണ്, രണ്ടും ഇൻട്രാഡേ ആണ്, രണ്ടും ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ടൈം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത് അവസാനം കിടക്കണ്ടാവും. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇത് കൺഫേം ചെയ്യാൻ ട്രിഗർ സ്പെൻഡിങ്ങും ഓപ്പണും കാണിക്കുന്നില്ലേ എന്ന് നോക്കാം. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ചിട്ടുണ്ട്, അത് ഹിറ്റ് ആയിട്ടുണ്ട്, അത് ഓൾറെഡി അവിടെ ഓർഡർ പോയിട്ടുണ്ട്.
ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വലിയ പൈസക്കൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇതിൽ വല്ല തെറ്റുണ്ടോ എന്ന് നോക്കാം. അതായത് നിലവിലുള്ള പ്രൈസിന്റെ താഴെയല്ലേ, ഇപ്പോൾ ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ നിലവിലുള്ള പ്രൈസിന്റെ മേലെയല്ലേ സ്റ്റോപ്പ് ലോസ്, നിലവിലുള്ള പ്രൈസിന്റെ താഴെയല്ലേ ടാർജറ്റ്, അല്ലേ? നിലവിലുള്ള പ്രൈസിന്റെ മേലെയല്ലേ സ്റ്റോപ്പ് ലോസ്, നിലവിലുള്ള പ്രൈസിന്റെ താഴെയല്ലേ ടാർജറ്റ് എന്നുള്ളത് ഇവിടെ നോക്കി കൺഫേം ചെയ്യാം. ആ പ്രൈസുകളിൽ വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ, ഒരുപാട് താഴെ നല്ലല്ലോ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണം എന്നുള്ളത് കൺഫേം ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിലൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റാലോ. 1674 ഇപ്പോഴത്തെ പ്രൈസ്, അതായത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ 1683 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത്. അതിന് പകരം 1783 ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്തതിന് സമമാണ്, അല്ലെ? അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ പല പ്രാവശ്യമായി ഇത് കാണുന്ന, എന്നാലും ചെറിയ ചെറിയ ഡൗട്ടുകൾ ഉണ്ടാവാം. ഈ ഡൗട്ട്സുകൾ ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നാളെ തന്നെ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല നോക്കണ്ടേ. നാളെ ഒരു ദിവസം ഒരു 3 or 4 പ്രാവശ്യം, 10 പ്രാവശ്യം ചെയ്താൽ അത്ര നല്ലതാണ്. ഇത് വെറുതെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് വാങ്ങുന്നു, സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, മേലെ ടാർജറ്റ് വെക്കുന്നു, എല്ലാം എക്സിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയുന്നു, വീണ്ടും ഷോർട്ട് ചെയ്യുന്നു, അതായത് വിൽക്കുന്നു, മേലെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, താഴെ ടാർജറ്റ് വെക്കുന്നു, ഫുൾ ക്യാൻസൽ. അങ്ങനെ ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ക്വിക്കായിട്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ മിസ്റ്റേക്സുകൾ പറ്റുന്നത് കുറയും. ആ എക്സാക്ട് സ്റ്റെപ്സുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടി ഫ്ലൂവന്റ് ആവും. കാരണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതല്ലേ, ഇത് ദിനം ബൈ ദിനം നമ്മൾ ചെയ്യേണ്ടതാണ്. പല സ്ട്രാറ്റജികൾക്കും ആ എക്സാക്ട് എൻട്രിയിൽ നിന്ന് സ്ലൈറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് റിവാർഡിനെയും പ്രോഫിറ്റിനെയും മന്ത്ലി പ്രോഫിറ്റിനെയും കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫ്ലുവന്റ് ആവേണ്ടതിന്റെ ഒരു ആവശ്യകത. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ സ്ട്രാറ്റജിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പല ഇൻട്രാഡേ സ്ട്രാറ്റജികൾക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 5 മിനിറ്റിലോ 3 മിനിറ്റിലൊക്കെ ചെയ്യുന്ന ഇൻട്രാഡേ സ്ട്രാറ്റജികൾ, നമ്മൾ ഫ്യൂച്ചറിൽ ഇതുപോലുള്ള സ്ട്രാറ്റജികളൊക്കെ പഠിക്കും. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണാം. ഓക്കെ, നമ്മൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിൽ തന്നെയാണ്, ടാർജറ്റ് 1:1 അല്ലേ? ഓക്കെ, അതിന് പകരം നമുക്ക് ഈ എൻട്രി കിട്ടുന്നത് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ, സ്വല്പം ലേറ്റ് ആയി കഴിഞ്ഞാൽ എത്രയുണ്ട്? 1:0.85 അല്ലെ? ഇവിടെ നമ്മൾ വെക്കുന്നത് 1:1 ആണെങ്കിലും കുറച്ച് ഡിലേ വന്നാൽ, അപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് ഏകദേശം എത്ര ഡിലേ വന്നേക്കാം, അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിലേ വന്നേക്കാം എന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് 1 മിനിറ്റിലേക്ക് പോവാണ്. 1 മിനിറ്റിലേക്ക് പോവാണ്. ഓക്കെ, 1 മിനിറ്റിൽ നമ്മളൊരു ആവറേജ് ക്യാൻഡിലിന്റെ ഒരു സൈസ് ഒന്ന് നോക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മെഷർ ടൂൾ വെച്ച് അളക്കാം. ഒരു ആവറേജ് ക്യാൻഡിലിന്റെ സൈസ് എത്രയാണ്? 1 രൂപ 2 പൈസ അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഓർത്ത് വയ്ക്കുക, 1 രൂപ 20 പൈസ അല്ലെ? 1 രൂപ 20 പൈസ. വീണ്ടും 5 മിനിറ്റിലേക്ക് വന്നിട്ട് നമ്മൾ ആ പൊസിഷൻ ടൂള് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 1668 രൂപയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 രൂപ 20 പൈസ. 1 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തേക്കാവുന്ന ഒരു ശരാശരി 20 പൈസ മൂവ് ചെയ്താൽ ഇപ്പൊ എത്രയായി? നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 0.82 ആയി അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 1000 രൂപ ഒരു ദിവസം റിസ്ക് എടുക്കുമ്പോൾ 1000 രൂപ കിട്ടേണ്ടതിന് പകരം 1000 രൂപ ഒരു ദിവസം റിസ്ക് എടുക്കുമ്പോൾ വെറും 820 രൂപയെ കിട്ടുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ സാധാരണ നിലയ്ക്ക് ആ 1 മിനിറ്റിന്റെ ഡിലേ വരെ, അപ്പൊ അങ്ങനെ നമുക്ക് അപ്പൊ എത്ര ഡിഫറൻസ് ഉണ്ട് നോക്കിയേ. 1000 - 820 എത്രയാണ്? 180 രൂപയല്ലേ? ഇൻറ്റു 20 വർക്കിംഗ് ഡേയ്സ് 3600 രൂപ. ഐഡിയ കിട്ടിയോ? അതായത് നമുക്ക്
ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോഴാണല്ലോ നമ്മളൊരു 1000 രൂപ റിസ്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു 50,000-ത്തിനൊക്കെ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു 1000 രൂപ ഫ്യൂച്ചറിൽ റിസ്ക് എടുക്കുക. 2% ബിഗിനേഴ്സ് എപ്പോഴും 1% എടുക്കാറ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 2% ആക്കാം. അപ്പോൾ ഒരു 50,000 രൂപ ട്രേഡ്, 50,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി 1000 രൂപ ഒരു ദിവസം റിസ്ക് എടുക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന്റെ 2%. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഉണ്ടാവുന്ന വ്യത്യാസം, ഡിലേ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ എക്സിക്യൂഷൻ ഫ്ലുവൻസി വന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 3600 രൂപയാണ്. അത് 50%-ന്റെ എത്ര പെർസെന്റേജ്? 50,000 രൂപയുടെ എത്ര പെർസെന്റേജ് ആണ്? ആരെങ്കിലും റഫ് കാൽക്കുലേഷൻ പറയാൻ പറ്റും? $3200 × 2 എത്രയാണ്? 7200. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 7200 എന്ന് പറയുമ്പോൾ 7% അല്ലെ? അപ്പൊ 50,000 രൂപയ്ക്ക് 3600 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര പെർസെന്റേജ് ആയിരിക്കും? ഏകദേശം ഒരു 7%. അപ്പൊ 7% എന്ന് പറയുമ്പോൾ ഒരു ശരാശരി ട്രേഡർക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ ഈ ഒരു ചെറിയ ഡിലേയുടെ പേരിൽ പോകും എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കാം. അപ്പൊ നമ്മള് ഇപ്പോ പ്രത്യേകിച്ച് മാർക്കറ്റ് മോർണിംഗിൽ വോളറ്റൈലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്തുള്ള സ്ട്രാറ്റജികൾ, അതിനുശേഷമാണ് ഇത്ര ഇമ്പാക്ട് ഉണ്ടാവില്ല. അപ്പൊ ഒരു മിനിറ്റിന്റെ ഡിലേ വരുമ്പോൾ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പൊ ഒരു മിനിറ്റിന്റെ ഡിലേ എക്സ്ട്രാ വരുന്നത് ഏകദേശം നമ്മളുടെ മന്ത്ലി പ്രോഫിറ്റിൽ നിന്ന് ഏകദേശം ഒരു 1,07,600 രൂപ, അതായത് 50,000 3,600 രൂപ. മീൻസ് 1,07,600 രൂപ, അതായത് 7%-ന്റെ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ പ്രോഫിറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ലൂപ്പ് ഹോൾസുകൾ അടച്ചാൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസും ടാർജറ്റും ഓർഡർ എക്സിക്യൂഷനും ചെക്ക് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഫ്ലുവൻ്റ് ആക്കാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കണം എന്നില്ല. അപ്പൊ നമ്മൾ ഈ കണ്ട പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ മതി അല്ലെ? അത് വിഷ്വലൈസ് ചെയ്ത് ഫാസ്റ്റ് ആക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്തത്? ആർക്കെങ്കിലും ഒന്ന് സ്പീഡിൽ പറയാൻ പറ്റും? നമ്മൾ ആ ഒരു ഇതിനെയാണ് ഓർഡർ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഡർ എക്സിക്യൂഷൻ ഡീറ്റെയിൽസ്. അതൊന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും? സ്റ്റെപ്പ് നമ്പർ 1, 2, 3, 4 ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ? സ്ട്രാറ്റജി വേണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വരച്ചിട്ടു. ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, ആ ഒരു കാര്യം ഒന്ന് സ്പീഡിൽ സ്റ്റെപ്പ് 1, 2, 3 എന്നുള്ള തരത്തിൽ പറയാമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തെറ്റിയാലും കുഴപ്പമില്ല. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ട്രേഡ് 10 പ്രാവശ്യം ചെയ്യുന്നതിനേക്കാൾ പവർ ആയിരിക്കും. തുടക്കം മുതലാണോ? 15 മിനിറ്റ്സ് മുതലാണോ? അല്ല, സ്ട്രാറ്റജി അല്ല. ഇപ്പൊ നമ്മൾ സ്ട്രാറ്റജി നമ്മൾ ട്രേഡ് എടുക്കുന്നത് 2 രൂപയ്ക്കാണെന്ന് കണ്ടു. ഫോർ എക്സാമ്പിൾ 1000 രൂപ. അപ്പൊ 1010 നമ്മളുടെ ടാർഗറ്റ് 990 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബൈ പൊസിഷൻ ആണെന്ന് വിചാരിച്ചു, ലോങ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ പോവുക, പൊസിഷനിൽ പോവുക, എക്സിറ്റ് അടിക്കുക. ആദ്യം തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ? അങ്ങനെ ഇമാജിൻ എക്സിക്യൂട്ട്. ഓക്കെ, ബൈ ചെയ്യണ്ട ആദ്യം. ഓക്കെ, ബൈ ചെയ്യുക. അതിനുശേഷം പൊസിഷനിൽ പോയിട്ട് എക്സിറ്റ് അടിക്കുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. സ്റ്റോപ്പ് ലോസ് 990 വെച്ച് എക്സിറ്റ് സെൽ ചെയ്യുക. അതിനുശേഷം ആദ്യം SLM-ലേക്ക് സ്വിച്ച് ചെയ്തിട്ട് പ്രൈസ് അടിക്കുക. SLM-ലേക്ക് സ്വിച്ച് ചെയ്ത് പ്രൈസ് വെച്ചു, ഇൻട്രാഡേയിലേക്ക് ആക്കി SLM-ലേക്ക് സ്വിച്ച് ചെയ്ത് പ്രൈസ് വെച്ചു സെൽ ചെയ്യുക. അതിനുശേഷം അഗെയിൻ പൊസിഷനിൽ പോയിട്ട് എക്സിറ്റ് അടിക്കുക, ലിമിറ്റിലേക്ക് വെക്കുക, ഇൻട്രാഡേ ലിമിറ്റിലേക്ക് വെക്കുക, 1010-ലേക്ക് ആക്കുക, സെൽ ചെയ്യുക. എന്താക്കുക ലിമിറ്റിലേക്ക് വെച്ചിട്ട്? ഇൻട്രാഡേ ലിമിറ്റ് 1010. യെസ്, 1010 പ്രൈസ് അടിക്കണം. ഓക്കെ, പ്രൈസ് അടിക്കുന്നു, സെൽ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഓർഡേഴ്സിൽ പോയിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻട്രാഡേ ട്രേഡ് കംപ്ലീറ്റ് ആയോ? അതിനുശേഷം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കുകയെ. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ടാർഗറ്റ് വെച്ചത് മാനുവലി എക്സിറ്റ് ചെയ്യണം. ടാർഗറ്റ് ഹിറ്റായ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഓർഡർ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ എങ്ങനെ അറിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഹിറ്റ് ആയോ എന്ന്? അലാം വെക്കണം. യെസ്, അപ്പോൾ നമ്മുടെ ട്രേഡ് ഓർഡർ ചെക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് ഈ സ്റ്റോപ്പ് ലോസിലും ടാർഗറ്റിലും അല്ലേ, അപ്പോഴാണ് നമ്മുടെ ട്രേഡ് കംപ്ലീറ്റ് ആവുന്നത്. സ്റ്റോപ്പ് ലോസിലും ടാർഗറ്റിലും ഓരോ അലാറംസ് വെക്കുന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസിൽ ടാർഗറ്റിൽ ഓരോ അലാറംസ് വെക്കുന്നു. അലാറം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടോപ്പിൽ പോയാൽ മതി അല്ലേ. അപ്പോൾ ഏത് പ്രൈസ് ആണെന്നുള്ളത് അവിടെ അടിച്ചു കൊടുക്കാം, അലാറം വെക്കുക. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അലാറം വെക്കാനുള്ള ഷോർട്ട് കട്ട്? സർ അലാറം വയ്ക്കാൻ ഒന്നും പറയാമോ? യാ, അതായത് നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസിലും ടാർഗറ്റിലും ഒരു അലേർട്ട് വെക്കുന്നു. അലേർട്ട് വെക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt + A. അപ്പൊ അത് അതെ, അപ്പൊ അത് കാണാപ്പാടം പഠിക്കണ്ട. ഇവിടെ മൗസ് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടോ, ക്രിയേറ്റ് അലേർട്ട്. അപ്പൊ Alt + A അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഓൾറെഡി വല്ല അലാറംസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കളയട്ടെ, അല്ലെങ്കിൽ ഇതിൽ നമുക്ക് 3 അലാറംസ് ആണ് വെക്കാൻ പറ്റുള്ളൂ ഫ്രീ പ്ലാനിൽ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക്ക് ഇത് മതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റോക്കിൽ തന്നെ നമുക്ക് അലേർട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കുറച്ചുകൂടി ഈസി. Alt + A അടിക്കുക, എൻ്റർ അടിക്കുക, Alt + A അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, എന്നിട്ട് ഇതേ ട്രേഡിംഗ് അക്കൗണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്ത് അതിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പൊ അത്രയും നമുക്ക് ചെയ്തിട്ട് നമുക്ക് എൻഡ് പോവാം. ഇനി നമ്മൾ മൊബൈലിൽ ബെല്ലടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു അല്ലെങ്കിൽ ടാർഗറ്റ് അടിച്ചു, അപ്പോഴാണ് ബെല്ലടിക്കുക. അപ്പൊ നമ്മൾ വന്നിട്ട് ചാർട്ടിൽ നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് കിടക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടാർഗറ്റ് മാനുവലി ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഓർഡേഴ്സിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന താഴത്തെ ലൈൻ എക്സിക്യൂട്ടഡിലേക്ക് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും, കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ടാവും. പിന്നെ ബാക്കി അവിടെ കിടക്കുന്നത് ടാർഗറ്റ് ആയിരിക്കും. ആ ടാർഗറ്റ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യണം അല്ലെ. ഇനി ഇത് രണ്ടും അടിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അതായത് പ്രൈസ് അതിനുള്ളിൽ തന്നെ അന്ന് മൊത്തം നിന്നേക്കാം. റെയർ ആയിട്ടാണ് ഇത് ഉണ്ടാവാറുള്ളൂ. എന്നാലൊരു 5 ട്രേഡ് 10 ട്രേഡിലൊരെണ്ണം അങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 3 മണിക്ക് ഒരു അലാറം വെച്ചിട്ട് വീണ്ടും പൊസിഷൻസിൽ പോയിട്ട് മാനുവലി അത് എക്സിറ്റ് ചെയ്യണം അല്ലെ. ആ മാനുവലി എക്സിറ്റ് ചെയ്യുമ്പോൾ ഏത് ഓർഡർ ആണ് കൊടുക്കുക? മാർക്കറ്റ് ഓർഡർ കൊടുത്തിട്ട് തിരിച്ച് ബൈ ചെയ്യും. അതിനുശേഷം ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടില്ല, ടാർഗറ്റും അടിച്ചിട്ടില്ല അല്ലെ. അത് മാനുവലി ക്യാൻസൽ ചെയ്യാൻ മറക്കരുത്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്യാൻസൽ ഓർഡർ കൊടുക്കുക. രണ്ടും കൂടി ക്യാൻസൽ ചെയ്യട്ടെ എന്ന് ചോദിക്കും, ക്യാൻസൽ ഓർഡർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വലിയ ക്യാപിറ്റലിന് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ടാർഗറ്റ് എക്സിക്യൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത് അല്ലെ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 3:15 നല്ല വോളട്ടൈലായിട്ട് മൂവ്മെന്റ് വരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 11:30 ഇപ്പൊ നമ്മളുടെ ടാർഗറ്റ് അടിച്ചു എന്ന് വിചാരിച്ചു, വൈകിട്ട് 3 മണിയാകുമ്പോഴേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പുതിയ ഓർഡർ എക്സിക്യൂട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ നേരെ തിരിച്ചു സംഭവിക്കാം. സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം വീണ്ടും ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബൈ ആവും. അപ്പൊ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ടാർഗറ്റ് ക്യാൻസൽ ചെയ്യുക, ടാർഗറ്റ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് അടിച്ചൊന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ട്രേഡിംഗ് വ്യൂയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്കിലോ ഒരു അലേർട്ട് വെക്കുക. ഫസ്റ്റ് സ്റ്റോക്കിൽ എങ്ങനെയാണ് അലേർട്ട് വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഫസ്റ്റ് സ്റ്റോക്കിൽ ഓർഡേഴ്സിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പല പേജസുകൾ ഉണ്ട് അല്ലെ. അതിൽ 4ാമത്തെ പേജ് കണ്ടോ, അലേർട്ട്. ഇത് ഓരോ ബ്രോക്കറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് നിലവിൽ പ്രത്യേകിച്ച് അലേർട്ട്സുകളൊന്നും ഇല്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പുതിയ അലേർട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ അലേർട്ട് അടിക്കുക, അതിനുശേഷം സിമ്പിൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് ഇവിടെ നമുക്ക് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് കൊടുക്കുക, അലേർട്ട് വെക്കുക. അപ്പൊ ഇതിന്റെ ആവശ്യം ഈ ഒരു സ്ട്രാറ്റജിക്ക് ഇല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക.
നമുക്ക് ട്രേഡിംഗ് വ്യൂലാവുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് അലേർട്ട് വെക്കാം. ഇതിലാവുമ്പോൾ നമുക്ക് അതൊക്കെ അടിച്ചു കൊടുക്കാൻ നിൽക്കണം എന്ന് മാത്രം. അപ്പൊ എന്തായാലും നമ്മൾ ട്രേഡിംഗ് വ്യൂ ചാർട്ട് നോക്കിയിട്ടാണല്ലോ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ 3 അലേർട്സുകൾ വരെ അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിക്ക് നമുക്ക് മാക്സിമം 3 അലേർട്സ് എല്ലാം ആവശ്യം. ഓക്കെ അല്ലേ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് ഒന്ന് പൊസിഷൻ സൈസിങ്ങിനെ പറ്റി ഒന്നുകൂടി പറഞ്ഞുതരാമോ? എനിക്ക് അതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി. അപ്പൊ നമുക്ക് പൊസിഷൻ സൈസിങ് ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്. ഇവിടെ നിന്ന് അലേർട്സുകൾ ഡെലിറ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തിയിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡെലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അലേർട്സുകൾ ഡെലിറ്റ് ആയിക്കോളും. അപ്പൊ നമുക്ക് പൊസിഷൻ സൈസിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈ എക്സാമ്പിൾ ആദ്യം പറയാം അല്ലെ? ബൈ എക്സാമ്പിൾ. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെയാണ് 10 രൂപ താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിക്കാം. ഒരു 20 രൂപ മേലെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പൊസിഷൻ സൈസിങ്ങിൽ ടാർഗറ്റ് എത്ര അകലെയാണെന്നുള്ളതിന് വലിയ പ്രസക്തി ഇല്ല. സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ലോങ് പൊസിഷൻ ടൂളിൽ ഇവിടെ നോക്കിയാൽ കാണാം. ഉദാഹരണത്തിന് 10 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ഏകദേശം ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ 10,000 രൂപയുടെ 1% റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ 10,000 രൂപയുടെ 1% എത്രയാ? നമ്മുടെ ക്യാപിറ്റലിന്റെ 1% അറിയാൻ 10,000 ഡിവൈഡഡ് ബൈ 100 രൂപ അല്ലെ? അപ്പൊ 100 രൂപ. ആ 100 രൂപയില് എത്ര 10 രൂപ ഉണ്ടെന്ന് നോക്കാം. നമുക്കതറിയാം ഓൾറെഡി എത്രയാണ് 10 രൂപ അല്ലെ? അപ്പൊ 100 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, ഇനി നമുക്ക് ഒരു റാൻഡം ക്യാപിറ്റൽ വെച്ച് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു 43,000 രൂപയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ 1% ആണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്. അപ്പൊ 43,000 ബൈ 100 എത്രയാണ്? 430 അല്ലെ? അപ്പൊ 430 രൂപയില് ഡിവൈഡഡ് ബൈ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 16 രൂപ 55 പൈസയാണെന്ന് വിചാരിക്കാം. അപ്പൊ 16 രൂപ 55 പൈസ. അപ്പൊ നമുക്ക് 25 ക്വാണ്ടിറ്റി വാങ്ങിയാൽ നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% ലോസ് വരും. ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ 2% ടാർജറ്റ് പ്രോഫിറ്റ് വരും. 1:2 റേഷ്യോ. 1:1 എത്രയാണോ നമ്മൾ എടുക്കുന്ന റിസ്ക്, അതായത് 430 രൂപയാണെങ്കിൽ പോയാൽ 430 രൂപ പോവും, കിട്ടിയാലും 430 രൂപ കിട്ടും. അപ്പോൾ ഇൻ ഷോർട്ട്, സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ആദ്യം അളക്കുക, നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അത് പെട്ടെന്ന് മാറാറില്ല. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും 1000 രൂപ തന്നെ യൂസ് ചെയ്താൽ മതി. എല്ലാ ദിവസവും അത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ട. ഇപ്പൊ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ക്യാപിറ്റലിൽ ഒരു ദിവസം ലാഭം കിട്ടുമ്പോൾ 1,10,000 ആവാം, അല്ലെങ്കിൽ 99,000 ആവാം അല്ലെ? പക്ഷെ നമ്മൾ സാധാരണ നിലയ്ക്ക് 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റലിന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു 1000 രൂപ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാം അപ്രോക്സിമേറ്റ്. അപ്പൊ 1000 രൂപയിൽ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം 6 രൂപ 66 പൈസയാണെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 6.66. നമ്മളെ ഈ ഒരു സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം എപ്പോഴും ചില്ലറയൊക്കെ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിലുള്ള ഫണ്ടിന്റെ ബേസിലാണല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ വാലറ്റില് ഫസ്റ്റ് സ്റ്റോക്കിന്റെ വാലറ്റിൽ 1000 രൂപ ഉണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഞാൻ ട്രേഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. അപ്പൊ ഞാൻ ആ ട്രേഡ് ഇപ്പൊ ഇന്നത്തെ ട്രേഡറിന് എടുക്കാം. നമ്മൾ അദാനി പോർട്ട് എടുത്തപ്പോ നമ്മൾ ഇൻട്രാഡേ എടുക്കുമ്പോൾ നമുക്ക് ലിവറേജ് ഉള്ളതുകൊണ്ടും 300 സംതിങ് മതി നമുക്ക് അല്ലേ? അപ്പൊ ഞാൻ ആ 300 അല്ലല്ലോ കൺസിഡർ ചെയ്യണ്ടേ, ഞാൻ ആ 1000 അഗെയിൻസ്റ്റ് തന്നെയല്ലേ കൺസിഡർ ചെയ്യണ്ടേ ഈ പൊസിഷൻ സൈസ് ചെയ്യുമ്പോ? ഹലോ, ഓക്കെ. അപ്പൊ പൊസിഷൻ സൈസ് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഞാൻ 1000 രൂപ വെച്ചിട്ടാണ് ഞാൻ ഒരു മാസം ഓടുന്നെങ്കിൽ അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയാ 1% അപ്പൊ കോമൺ ആയിരിക്കാം. ആകെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേ റേഷ്യോ, ആ റേഷ്യോയിൽ വരുന്ന വ്യത്യാസം മാത്രം വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജിന്റെ ഫണ്ട് ഇതിലൊന്നും ബാധിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഓക്കെ. അപ്പൊ അതിന്റെ ബേസിലല്ല നമ്മൾ പൊസിഷൻ സൈസ് ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ നമ്മളെ വാലറ്റിൽ എന്തോരം എമൗണ്ട് നമ്മൾ ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ബേസിലായിരിക്കും അല്ലെ? കറക്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിസ്ക് പെർ ട്രേഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഒരു ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അത് നോക്കണ്ട. കുറച്ച് ദിവസം ഇത് ചെയ്ത് നിങ്ങൾ ഫ്ലുവന്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യാൻ നോക്കാം.
അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ട്രേഡിംഗ് ജേണൽ ചെയ്യുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് അത് എമൗണ്ട് ഒന്ന് ട്രാക്ക് ചെയ്യാം. അപ്പൊ സാധാരണ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ബാക്ക് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് ടെസ്റ്റിംഗ്, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബാക്ക് ടെസ്റ്റിംഗ് ട്രേഡ് ചെയ്തിട്ട് അതിൽ രേഖപ്പെടുത്തി പോകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ടെക്സ്റ്റിംഗ്. അതായത് നമ്മൾ പൈസ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാണ്, അതിൽ ഒരു ദിവസം പ്രോഫിറ്റ് വന്നാൽ ആ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് രേഖപ്പെടുത്തുന്നു, ഒരു ദിവസം ലോസ് വന്നാൽ ലോസ് രേഖപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ റിയലി നമ്മൾ ട്രേഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫോർവേഡ് ടെസ്റ്റിംഗ്. അപ്പൊ ഫോർവേഡ് ടെസ്റ്റിംഗിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു കോളം എന്ന് പറയുന്നത്, ഫോർവേഡ് ടെസ്റ്റിംഗിന്റെ റിപ്പോർട്ടിൽ കണ്ടുവരുന്ന ഒരു കോളം എന്ന് പറയുന്നത് ഇക്വിറ്റി കർവ് എന്ന് പറയുന്ന ഒരു കോളാണ്. ഇക്വിറ്റി കർവ് അതായത് നമ്മളുടെ ക്യാപിറ്റൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുക ഒരു 5,000 റുപ്പീസ് ആണ്, 5,000 രൂപ. ഓക്കെ, അപ്പോൾ ഈ 5,000 രൂപ ഒരു പക്ഷെ ഒരു മാസം നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ ഒരു 5,500 രൂപയൊക്കെ ആവുള്ളൂ. അപ്പൊ 5,500 രൂപ എന്ന് പറഞ്ഞാൽ മാക്സിമം 10% ആണല്ലോ, അല്ലെങ്കിൽ ഒരു 5,250 രൂപയിലേക്കൊക്കെയാണ് പോവുള്ളൂ അല്ലെ. അപ്പൊ ഈ 5,000 രൂപ എങ്ങനെയാണ് 5,500 എത്തിയെന്നുള്ള ഒരു ഇക്വിറ്റിയുടെ ഒരു ലൈനാണ് ഇക്വിറ്റി കർവ്. ഫോർ എക്സാമ്പിൾ ഒരു ദിവസം 5,000 രൂപയ്ക്ക് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ ദിവസം ലോസ് വന്നു, അപ്പൊ 4,950 കുറഞ്ഞു. പിന്നത്തെ ദിവസം പ്രോഫിറ്റ് വന്നു, അപ്പൊ വീണ്ടും 5,000 ആയി. പിന്നത്തെ ദിവസം ലോസ് വന്നു അല്ലെ, അപ്പൊ അതിൽ ചാർജസും കൂടി വ്യത്യാസം വരും. അപ്പൊ 4,950 വീണ്ടും വന്നു. പിന്നത്തെ 2 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയെന്ന് സങ്കല്പിക്കുക. അപ്പൊ 5,000 പോയി, 5,050 പോയി. വീണ്ടും ഒരു ദിവസം ലോസ് വന്നു, അപ്പൊ 5,000 തന്നെ തിരിച്ചെത്തി. വീണ്ടും ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടി, അപ്പൊ 5,050 എത്തി. അടുത്ത ദിവസം പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ വിന്നിങ് റേറ്റ് നമുക്ക് കൂടുതലാണെങ്കിൽ, ഇപ്പൊ 100 ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ ഭൂരിഭാഗം ട്രേഡുകൾ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ തന്നെ ഇക്വിറ്റി കർവ് സ്മൂത്ത് ആയിട്ട് കയറി 5,500 പോകും. അതിനിടയ്ക്ക് വലിയ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വിറ്റി കർവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ തന്നെ ഇക്വിറ്റി കർവ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാവർക്കും ചിലപ്പോൾ നടപടി ആയിക്കോളണമെന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു കോളം വേണമെങ്കിൽ അതിൽ ഇൻസേർട്ട് ചെയ്യാം അല്ലെ. എക്സലില് ഓൾറെഡി കോസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഒരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു കോളം ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ അതിനുശേഷം നിങ്ങളുടെ എമൗണ്ട് വേണമെങ്കിൽ അതിൽ രേഖപ്പെടുത്തി പോയാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ആ ഇക്വിറ്റി കർവ് കിട്ടും. നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഒരു എക്സ്ട്രാ കോളം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒരു കോളത്തിന്റെ ഹെഡർമോ റൈറ്റ് ബട്ടൺ അടിക്കുക, അതിനുശേഷം ഇൻസേർട്ട് കൊടുത്താൽ ഒരു പുതിയ കോളം അവിടെ വരും അല്ലെ. അപ്പൊ അതിൽ നമുക്ക് എമൗണ്ട് ഫോർ എക്സാമ്പിൾ 5,000 അടുത്ത ദിവസം നമുക്ക് ലോസ് വന്നു, 4,950 കുറഞ്ഞു. പിന്നെ ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി, അപ്രോക്സിമേറ്റ് 5,000 തിരിച്ചു കയറി, അല്ലെങ്കിൽ 5,000 എത്തിയിട്ടുണ്ടാവണമെന്നില്ല, ചാർജസ് ഉള്ളതുകൊണ്ട്. പിന്നെ ദിവസം നമുക്ക് വീണ്ടും പ്രോഫിറ്റ് കിട്ടി 5,050. പിന്നെ അടുപ്പിച്ച് 3 ദിവസം ലോസ് വന്നു, അപ്പൊ നമ്മളുടെ ക്യാപിറ്റൽ വീണ്ടും 5,000, 4,950, 4,900, ഇങ്ങനെ 3 ദിവസം ലോസ് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു 2 ദിവസം പ്രോഫിറ്റ് കിട്ടി. പിന്നെ വീണ്ടും ഇങ്ങനെയൊക്കെയാണ് റിയൽ ഇക്വിറ്റി കർവ് മൂവ് ചെയ്യുക. അപ്പൊ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പതുക്കെ അത് കയറി ഒരു 5,250 ആയി വിചാരിച്ചു, 5,250 അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, ഏകദേശം 5% എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ ക്യാപിറ്റൽ ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അത്ര എളുപ്പമല്ല അക്കൗണ്ട് കയറി വരാൻ, കാരണം ചാർജസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 1,00,000 ട്രേഡ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് വെച്ച് ചെയ്യുന്ന ഒരു ശരാശരി ട്രേഡർക്ക് ഒരു മാസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,600 രൂപയാണ് ചാർജസ് വരാം അപ്രോക്സിമേറ്റ്. പക്ഷെ ഈ 5,000 രൂപ 10,000 രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 10% ചാർജസ് വരും. അതായത് 5,000 രൂപയ്ക്ക് 500 ചാർജസ് വരും. അപ്പൊ ആ ചാർജസിനെ കഴിച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 5% കിട്ടിയാൽ അടിപൊളി. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് ഗ്രീനിൽ തന്നെ നിർത്താൻ പറ്റിയാലും നിങ്ങൾ 1 lakhന് ട്രേഡ് ചെയ്യുമ്പോൾ 5% കിട്ടുന്നതിന് സമമാണ്. അതായത് 5,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാസം ട്രേഡ് ചെയ്തിട്ട് 20 ട്രേഡ് ചെയ്തിട്ട് 5,000 തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ അതേ കാര്യം തന്നെ 1,00,000 ക്യാപിറ്റലിന് ചെയ്തിരുന്നെങ്കിൽ അത് 1,50,000 ആയേനെ. കൺഫ്യൂഷൻ ഉണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചില ചോദിക്കും. കാര്യം ചോദിച്ചത് ചിലപ്പോൾ നമ്മള് ഒരു 50,000 വെച്ചിട്ടാണ് ഇൻട്രാഡേ ചെയ്യുന്നത്. ഉം. നമുക്ക് ലീവറേജും കിട്ടുന്നുണ്ട്, 5 times ലീവറേജും കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് ഉം. നമ്മൾ 1% ആണ് വെക്കുന്നെങ്കിൽ കൂടെ ഉം. നമ്മുടെ കയ്യിലത്തെ ക്യാഷ്, ലിക്വിഡ് ക്യാഷ് 50,000 ആണ് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ലിവറേജ് വന്ന് 2 lakhs ആണ്. അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ 1% എന്ന് പറയുന്നത് നമുക്ക് 2,000 രൂപയാണ് നമുക്ക് അതിന്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് അല്ലേ? മീൻസ് 1% പറയുന്നത്. ഉം. അപ്പൊ നമ്മൾ അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? നമ്മളത് എക്സാക്ട്ലി നമ്മളിപ്പോ അത് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൻ ആയി, നമ്മൾ വാങ്ങിയ ആ ഒരു പൊസിഷനിലേക്ക് എത്തി. ഉം. അപ്പൊ അത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് സേഫ് സൈഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ നമ്മളത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വേണോ 1% നമ്മുടെ ടാർഗറ്റ് എത്താനായിട്ട്? അത് വെയിറ്റ് ചെയ്താൽ മതി. നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നു. അപ്പോ നമ്മൾ ഓരോ ശതമാനം റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയ്ക്ക് 1000 രൂപ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഓരോ ദിവസം 1000 രൂപ കിട്ടലും പോലും മാറി മാറി വരും. അപ്പൊ അത് കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഒരു സ്ട്രാറ്റജിക്ക് കൃത്യമായിട്ട് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ പതുക്കെ കയറി വരും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഞാനൊരു 100 രൂപ ഷെയർ എടുത്തു, 99 എത്തി. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അത് 101 എത്തി. എന്റെ ബ്രേക്ക് ഇവനേക്കാട്ടിലും 1% കൂടി. അപ്പൊ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ചെയ്തിട്ട് ടാർഗറ്റിൽ ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രാറ്റജി ഇനീഷ്യലി നമ്മൾ ശ്രദ്ധിക്കണോ? അതോ സാർ പറഞ്ഞ അതേ ഒരു പ്ലാറ്റ്ഫോമിൽ? ഇപ്പൊ നമ്മൾ സാധാരണ പല സ്ട്രാറ്റജികളിലും സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാറുണ്ട് ആൾക്കാര്, ടാർഗറ്റ് കയറ്റി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ട്രേഡിംഗ് സൈക്കോളജിക്ക് എതിരാണ്. അതായത് നല്ലൊരു ട്രേഡിംഗ് സൈക്കോളജി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് വൺസ് വെച്ചാൽ അത് മാറ്റം വരുത്താതിരിക്കണം നല്ലത്. ഇനി ഈ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റംസിൽ കുറച്ച് പ്രോഫിറ്റബിലിറ്റി കൂടിയെന്നുണ്ടാവാം, സ്വല്പം പ്രോഫിറ്റബിലിറ്റി കൂടുതലുണ്ടാവാം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അത് നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജിയെ പലപ്പോഴും ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബിഗിനേഴ്സ് ഒരു ഫിക്സഡ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് ഇമോഷനെ വിട്ടുകൊടുക്കാതെ നമ്മൾ പ്രോബബിലിറ്റിക്ക് വിട്ടുകൊടുക്കുന്നതാണ് ബെറ്റർ. ഇൻ കേസ് നമുക്ക് ടാർഗറ്റ് ഇപ്പോൾ ഒരു ഡെയിലി ഇനീഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് അടിക്കുകയാണെന്ന് വെച്ചാലും സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെന്ന് വെച്ചാലും മാക്സിമം നമുക്ക് ഒറ്റ ട്രേഡ് മാത്രം ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയാണോ നമുക്ക് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത്? ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മൾ എടുത്തു, സ്റ്റോപ്പ് ലോസ് അടിച്ചു, പക്ഷെ വീണ്ടും മുകളിലേക്ക് കയറി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിൽ നമുക്കൊരു സൈക്കോളജിക്കലായിട്ട് തോന്നും ഒരു പക്ഷേ ഒന്നും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കയറാം. അപ്പൊ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഒരു ട്രേഡ് എടുക്കും, ഒരു ടാർഗറ്റും ട്രെയിൽ ചെയ്യുന്നത് കൊണ്ട് വലിയ മാറ്റം ഉണ്ടാവാറില്ല സ്ട്രാറ്റജികളിൽ. ഓക്കെ, ലാഭമാണെച്ചാലും നഷ്ടമാണെച്ചാലും ഫോർ ലോങ് ടൈം ഇനീഷ്യലി ഒറ്റ ട്രേഡിൽ തന്നെ മുന്നോട്ട് പോവാം. അതെ. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ബേസിക്കലി ഒരു അൽഗോരിതം ഡെവലപ്പർ ആയിരുന്നു, അൽഗോ ട്രേഡിംഗ്. അപ്പൊ അതില് നമുക്ക് 6 മാസം 1 വർഷത്തൊക്കെ പെടപെടാന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻട്രാഡേ സ്ട്രാറ്റജികളും നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ്, അതുപോലെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനിലേക്ക് കയറ്റി വെക്കല്, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റിയിൽ വലിയ മാറ്റം വരുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ റിസ്ക് ടു റിവാർഡും ഇപ്പൊ നമ്മൾ 1:1 ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയും 1:1 ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അതൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അതൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ. ഇപ്പൊ 1:2 1:4 ഒക്കെയാണ് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോ ഇതിലും വലിയ ഒരു മാറ്റമില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അത് കുറെ ഇത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ 1 ലക്ഷം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 4 lakh അല്ലെങ്കിൽ 5 lakh വരും. ഇപ്പൊ നമ്മൾ ഹിറ്റാച്ചി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 5 times വരുന്നുണ്ട്. അപ്പോ നമ്മൾ 5 ലക്ഷം വെച്ച് ചെയ്യുന്ന സമയത്ത് 1% വെച്ചാൽ കൂടെ ഇൻ കേസ് എങ്ങാനും അടിയിലേക്ക് പോയാൽ അത് 5000 രൂപ എടുത്ത് നമുക്ക് ഒരു ഒറ്റ ദിവസം ലോസ് ആണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സൈക്കോളജിയിൽ ഒരു 1% കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 0.5% കയറി വരുമ്പോൾ നമ്മുടെ കൈ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിൽ കയറ്റി വയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സൈക്കോളജി ട്രേഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലെ. ഇപ്പൊ 1 lakh 2 lakh ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്കൊരു 10,000 രൂപ ആണ് നമ്മളുടെ ടാർഗറ്റ്. 2 ലക്ഷത്തിന് 10,000 രൂപയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് വിചാരിച്ചു. പക്ഷെ ആ 10,000-ന് പകരം 9,500 എത്തുമ്പോൾ നമുക്കൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? സാധ്യതയില്ല. നമ്മളത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ 9,500 എത്തിയിട്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടു എന്ന് വിചാരിക്കും, നമ്മളത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ.
അതെ അപ്പോ അതെ അതിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. അതായത് അതിന് നമ്മൾ ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ പേടിച്ച് കുറവ് പ്രോഫിറ്റ് എടുക്കുകയും ഇത് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. സ്റ്റോപ്പ് ലോസിന്റെ അടുത്തെത്തുമ്പോൾ എത്തിയിട്ട് ഒരു ബുള്ളിഷ് ഹാമർ കണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ആ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി താഴ്ത്തേക്ക് വരും. ഇപ്പൊ അറിയാതെ അതിപ്പോ തട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പല മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മൾ 1 ലക്ഷം വെച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 4500 എഡ്ജിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഒരു പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ മാറ്റിയിട്ട് 1 മിനിറ്റിലേക്ക് ഇടും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കയറി വരാനുള്ള സാധ്യതയായിട്ട് തോന്നും. അപ്പൊ ഒന്നും കൂടി അടിയിലേക്ക് ഒരു 0.5 വലിക്കും. അപ്പൊ 5000 നിൽക്കേണ്ട സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ആയിട്ട് 7500 ഒറ്റ ദിവസം കൊണ്ട് പോകും. അപ്പൊ സാറി പറഞ്ഞ ഒറ്റ സൈക്കോളജി നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുക അല്ലെ, നമ്മൾ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുക, അത്രേ ചെയ്യാനുള്ളൂ. അതെ അത് മാറ്റാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയിൽ അഡ്ഹിയർ ആണെങ്കിൽ അത്രയും ബെറ്റർ. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യേണ്ടാത്ത സ്ട്രാറ്റജി ആണെങ്കിൽ ആ സ്ട്രാറ്റജിയിലെ പല ഘടകങ്ങളിലും ഒരു നല്ല ഘടകമാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളത്. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. പിന്നെ സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് അതാവാം. സ്വിംഗ് ട്രേഡിങ്ങിൽ അതും വളരെ റയർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ബ്രേക്ക് ഔട്ടുകളൊക്കെ കാണാറില്ലേ, ഒരു കൺസോൾട്ടേഷന് ശേഷം പിന്നെ മാർക്കറ്റ് അതിൽ നിന്ന് മുകളിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് കുറെ അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരണ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറ്റി അയ്യോ എന്നാ ഇവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്തത് അടിച്ചു. അപ്പൊ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കും. അപ്പൊ മാർക്കറ്റ് എപ്പോഴും പോകുന്നത് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഇൻട്രാഡേയിൽ അത് പല സ്ട്രാറ്റജികളും ചെയ്യേണ്ട കാര്യമില്ല. സ്വിംഗ് ട്രേഡിങ്ങിൽ ചെയ്യണമെങ്കിൽ തന്നെ മാർക്കറ്റ് നല്ലൊരു ഡീപ്പ് കറക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 61-78% താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോയി പുതിയൊരു ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് മാറ്റി ഈ ഒരു സ്വിങ്ങിലൂടെ താഴേക്ക് കൊണ്ടുവരാം. അപ്പൊ അതിനുശേഷം കുറെ കൺസോൾട്ടേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും പുതിയൊരു ഹൈ ഉണ്ടാക്കുമ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് മാറ്റി ഇവിടേക്ക് മാറ്റാം. ഇത് സ്വിംഗ് ട്രേഡിങ്ങിൽ ഇറ്റ്സ് ബെറ്റർ. അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് റിവാർഡുള്ള സ്ട്രാറ്റജികളിൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മാക്സിമം നിങ്ങൾ അടുത്ത ദിവസം ഒരു പെർട്ടിക്കുലർ ട്രേഡിലേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ എടുക്കേണ്ട ട്രേഡ് നിങ്ങൾ ആദ്യം തന്നെ എടുക്കാം. അതൊരു 3 മിനിറ്റോ 10 മിനിറ്റോ മതിയല്ലോ. അതിനുശേഷം ട്രേഡിംഗ് ചെയ്യാനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ചുമ്മാ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കോ ടാറ്റ സ്റ്റീലോ അതുപോലെ റേറ്റ് കുറഞ്ഞ നിഫ്റ്റി 50-ലുള്ള ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക് നോക്കിയിട്ട് വെറുതെ ബൈ ചെയ്യുക. ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർഗറ്റ് വെക്കുക, അത് ഓർഡേഴ്സിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, വീണ്ടും അടുത്ത ഓരോ ക്വാണ്ടിറ്റി മതി. അതിലൊക്കെ നിസ്സാര പൈസയാണത് പോകുന്നുള്ളൂ അല്ലെ. വീണ്ടും അടുത്തൊരു സ്റ്റോക്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെങ്കിൽ IRFC. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള റേറ്റ് കുറഞ്ഞ സ്റ്റോക്കുകൾ. IRFC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ സ്റ്റീൽ. അപ്പൊ ഇതുപോലെ 2-3 സ്റ്റോക്കുകൾ എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഒന്ന് ലോങ് ചെയ്യുക, അടുത്തത് ഷോർട്ട് ചെയ്യുക, പിന്നെ ലോങ് ചെയ്യുക, പിന്നെ ഷോർട്ട് ചെയ്യുക. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മിനിമം ഒരു ദിവസം 4 സ്റ്റോക്കെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്കത് വളരെ സ്പീഡിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് ആ ചെയ്ത സ്റ്റെപ്സുകൾ നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെ മനസ്സിലിട്ടിട്ട് ഇതിനെ അങ്ങനെ മിക്സിയിലിട്ട് അരയ്ക്കാന്ന് പറയില്ലേ, ഫ്രണ്ട് ടു ബാക്ക്, ബാക്ക് ടു ഫ്രണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഫ്ലുവന്റ് ആവാം ഈ ഒരു ട്രേഡിംഗ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ക്യാൻസൽ ഓർഡർ പോയിട്ട് ക്യാൻസൽ മാത്രം പോരെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ? ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇതവിടെ കിടന്നോട്ടെ. എന്തായാലും മസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് 3 മണിക്ക് ഒരു അലാറം വെച്ചിട്ട് അത് ക്യാൻസൽ ചെയ്ത് എല്ലാം 3 മണിക്ക് നമ്മൾ സാധാരണ അലാറം ഉണ്ടല്ലോ, ക്ലോക്ക്, നമ്മുടെ ഫോണിലെ അലാറം, ആ അലാറം വെച്ചാൽ മതി. അതിനു മുമ്പ് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ അലാറം വെക്കേണ്ടത് സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ അലാറം വെക്കുന്നത് ഇവിടെ ടോപ്പിൽ അലാറത്തിന്റെ ഒരു പിക്ചർ ഉണ്ട്, അല്ലെങ്കിൽ Alt+A ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പൊ അതേ ഞാൻ വീണ്ടും പറയുകയാണ്, അതേ ട്രേഡിംഗ് വ്യൂ ആപ്പ് തന്നെ അതേ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് നമ്മളുടെ മൊബൈലിൽ സൈൻ ഇൻ ചെയ്തതിന് ശേഷം
അതിന്റെ നോട്ടിഫിക്കേഷൻസിൽ നമ്മളൊരു റിംഗ് ടോൺ ചൂസ് ചെയ്യാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മൊബൈലിൽ അടിക്കുള്ളൂ. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ 1 മിനിറ്റിന്റെ ചാർട്ടിലേക്ക് പോവാം ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ, ഫോർ എക്സാമ്പിൾ അഡാനി പോർട്സ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അലേർട്ട് ബെല്ലടിക്കണമെന്നും ചെക്ക് ചെയ്യാം. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് താഴെയും മേലെയും ഒരു അലേർട്ട് വെക്കാം. അലേർട്ട് വെക്കൽ കഴിഞ്ഞു. അത്ര സ്പീഡാണ് ട്രേഡിംഗ് വ്യൂ. ഇതാണ് മേലത്തെ അലേർട്ട് അടിച്ചു. ഇപ്പൊ എൻ്റെ ഒരു ബെല്ല് കേട്ടില്ലേ, അത് അലേർട്ടിന്റെയാണ്. അപ്പോ 1 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വേഗം നമുക്കത് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ പ്രൈസ് നിൽക്കുന്ന ലൈനിന്റെ ഒരു ബ്ലൂ ലൈൻ കാണുന്നുണ്ടല്ലോ, ഗ്രീൻ ലൈൻ കാണുന്നുണ്ടല്ലോ, ആ ഗ്രീൻ ലൈനിന്റെ തൊട്ട് താഴെയും മേലെയും ഓരോ അലേർട്ട്സ് വീതം വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ ബെല്ലടിക്കുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ മൊബൈലിൽ സെറ്റിങ്സ് ഒക്കെ മ്യൂട്ടായി കിടക്കണമെങ്കിൽ അറിയാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്ക് സൈലൻസിലൊക്കെ ഇടാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു റിംഗ് ടോൺ ആക്കി വെച്ചേക്കാം. അപ്പൊ കുറച്ചുകൂടിയും നിങ്ങൾ അതിൽ ശ്രദ്ധിക്കും. സാധാരണ ഒരു ബെല്ല് വന്നു കഴിഞ്ഞാൽ അത് വാട്സാപ്പ് മെസ്സേജ് വന്നതായിട്ട് തെറ്റിയിരിക്കും. അപ്പോൾ റിംഗ് ടോൺ ആക്കി വെച്ചേക്കാം. ഒരു സ്പെഷ്യൽ റിംഗ് ടോൺ അതിന് വേണ്ടി കൊടുക്കാം. അതിപ്പോ അത്യാവശ്യമില്ല, കാരണം ഇതിലിപ്പോ ചെയ്യാത്തതുകൊണ്ട് വലിയ ലോസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ലോസ് വന്നേക്കാം. അതുപോലെ തന്നെ 3 മണിക്ക് വെക്കേണ്ട അലാറം നമ്മളുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ അലാറം ഉണ്ടല്ലോ, അതിലൊരു 3 മണിക്ക് ഒരു അലാറം വെച്ചാൽ മതി. അതിനും ഒരു സ്പെഷ്യൽ റിംഗ് ടോൺ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു സ്നൂസ്, ഇപ്പൊ നമ്മൾ അഥവാ ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ വീണ്ടും 3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ബെല്ലടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നൂസ് ബട്ടൺ ഇടാം. 3:10 മുമ്പൊക്കെ ക്ലോസ് ചെയ്താലും മതി. പക്ഷെ ആദ്യത്തെ അലാറം 3 മണിക്ക് ഇടാം. ഓക്കെ. 3:10 കഴിഞ്ഞ് പിന്നെ താഴത്തേക്ക് മുകളിലേക്ക് പോകുന്നതോറും അത് നമുക്ക് എപ്പോഴും ലോസ് ആണ് വരുത്താറുള്ളൂ. കാരണം സ്പ്രെഡ് കൂടും, സ്ലിപ്പേജ് കൂടും, മാർക്കറ്റ് ചാടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിയ ലോസ് ആണ് എപ്പോഴും വരാൻ സാധ്യതയുള്ളൂ. 3 മണിക്ക് എല്ലാവരും ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ 57 രൂപ സ്ക്വയർ ഓഫ് ചാർജിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് സാറേ, ക്യാൻസൽ ഓർഡർ ക്യാൻസൽ അടിച്ചാൽ മാത്രം പോരെ? മതി. ഇപ്പോ നമുക്ക് ഈ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യണ്ട. ആ ട്രേഡ് അവിടെ കിടന്നോട്ടെ. എന്നാലേ നമുക്ക് ട്രേഡിംഗ് ചാനലിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ 3 മണിക്ക് ക്യാൻസൽ ഓർഡർ ക്യാൻസൽ ചെയ്താൽ മതി അല്ലേ? 3 മണിക്ക് ഈ പൊസിഷന്റെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സിൽ പോയിട്ട് എക്സിറ്റ് ചെയ്യാം, മാർക്കറ്റ് ഓർഡറിന് എക്സിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ടാർഗറ്റോ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അലേർട്ട് വരുമ്പോൾ അറിയുമല്ലോ. അപ്പൊ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ 3 മണിക്ക് വീണ്ടും സ്ക്വയർ ഓഫ് ചെയ്യണമെന്നില്ല. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അടിക്കാത്ത ദിവസങ്ങളിൽ മാത്രമാണ് 3 മണിക്ക് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഒരു 5 ദിവസത്തിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. 4 ദിവസം ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അടിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ടാർഗറ്റ് ക്യാൻസൽ ചെയ്യുക, ടാർഗറ്റ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്യുക. പിന്നെ 3 മണിക്ക് ഇൻ കേസ് ക്യാൻസൽ ചെയ്തില്ലെങ്കിലേ നമ്മള് അന്നത്തെ ഇൻട്രാഡേ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോസ് ആയിക്കോളുവോ? ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോസ് ആയിക്കോളും. പക്ഷെ ഒരു 59 രൂപ നമ്മുടെ ഫൈൻ പോവും, ചാർജസ് പോകും. അപ്പൊ നമ്മളിപ്പോ ഏത് മറ്റേ ടാർഗറ്റും അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ പോവില്ല. നമ്മുടെ മെയിൻ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫൈൻ പോകാൻ സാധ്യതയില്ല. പക്ഷെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ക്ലോസ് ചെയ്തില്ലെങ്കിൽ പുതിയൊരു എൻട്രി വന്നേക്കാം. അല്ല അന്നത്തെ ഡേ കഴിഞ്ഞാൽ പിന്നെ എൻട്രി വരില്ലല്ലോ, പിറ്റേ ദിവസത്തേക്ക് വരില്ലല്ലോ? ഇല്ലില്ല, പിറ്റേ ദിവസത്തെ വരില്ല. ഓക്കെ. അപ്പോ ശരി, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, sir. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you. Sir.